ഹലോ. അപ്പോൾ ഇന്ന് കുറ്റിക്കാട് പള്ളിയിലെ 40 മണിക്കൂർ ആരാധനയുടെ ഭാഗമായിട്ട് ഒരു പിണ്ടി മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുകയാണ് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി എല്ലാ യൂണിറ്റുകാരും അവരവരുടെ പിണ്ടി ഡെക്കറേറ്റ് ചെയ്ത് ഇതാ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങണത്. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പിണ്ടി. ഇത് സെക്കൻഡ്. ഇതൊരു അടിപൊളി വെറൈറ്റി സാധനമായിരുന്നു. ഇങ്ങനെ വെറൈറ്റീസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് കണ്ടിട്ട് പോകാം കേട്ടോ. ഇനി അടുത്ത തേർഡാണ്. ഇത് യൂണിറ്റിൻ്റെ പേരൊന്നുമില്ല, നമുക്ക് ചെസ്റ്റ് നമ്പർ പോലെ ഒരു നമ്പർ തന്നിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അതായത് തേർഡ് പിണ്ടി. അപ്പോൾ അതായത് നമ്മുടെ പാറുണ്ട്, അൽജിയുണ്ട്, അന്നിയുണ്ട്, അങ്ങനെ 3 പേരുണ്ട്. അവർ ഭയങ്കര എന്താ പറയുക, ഓടി നടക്കുമായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഒരു വെറൈറ്റി സാധനമായിരുന്നു. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ എഫേർട്ട് എന്തോരാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അത് ചെയ്യുമ്പോഴാണ് അതിന് എന്തോരം എഫേർട്ട് നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു പിണ്ടിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ആ പൂ കാണാനായിട്ട്. അതവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതും അടിപൊളിയാണ്. ഇതും നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കുറ്റം പറയുന്നവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. വന്നൊന്ന് പറയാമെന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് ചൈനീസ് പേപ്പറാണ്. ആദ്യം കാണുമ്പോൾ നമ്മൾ ക്രേപ്പ് പേപ്പറാണെന്ന് വിചാരിക്കും, പക്ഷേ അല്ല, അത് ചൈനീസ് പേപ്പർ തന്നെയാണ്. അതും നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ഒരു പൈനാപ്പിളിൻ്റെ മോഡൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതും ഈ കൊല്ലത്തെ ഒരു വെറൈറ്റി തന്നെയാണ്. യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പിണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു പീക്കോക്കിനൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്, പക്ഷെ എന്നാലും നല്ല രസമുണ്ട്. ഇതും നന്നായിട്ടുണ്ട് കേട്ടോ. ഇതും കാരണം റൂൾസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ കംപ്ലീറ്റ് റൂൾസിനെ ഫോളോ ചെയ്തിട്ടാണ് ആ പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും അടിപൊളിയായിട്ടുണ്ട്. ഇതും ഒരു വെറൈറ്റിയാണ്. ഒരു ക്രിസ്മസ് ട്രീ മോഡലൊക്കെയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഞെറിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതവർ അവിടെ വന്നിട്ട് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതും ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു പിണ്ടിയാണ്. കാരണം കാശ് നല്ല പൊടിഞ്ഞിട്ടുണ്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതും ആ കളർ കോംബോ അടിപൊളിയായി. കണ്ടോ, ഇതുപോലത്തെ ഒരുപാട് പിണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ പേര് സെറ്റ് ചെയ്ത് വന്നു. ഇത് അവിടെ ഇരുന്ന് സെറ്റ് ചെയ്തതാണ്, ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു അവരും. ഇതും നന്നായിട്ടുണ്ട്. കാണുമ്പോൾ ചിലപ്പോൾ മോശം, അല്ലെങ്കിൽ സൈഡ് ചെരിഞ്ഞു വളഞ്ഞു എന്നൊക്കെ പറയണവരുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമുക്കത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇതും നന്നായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വയലറ്റ് പിണ്ടി ഞങ്ങൾ ആദ്യം ഇത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഞെറി സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങളത് വിട്ടു. പിന്നെ ഇത് ഞങ്ങളുടെ പിണ്ടിയുടെ ആ ഒരു സെയിം മോഡൽ തന്നെയാണ്. അടിയിലൊരു ബോക്സൊക്കെ കൊടുത്തിട്ട് ഇതും നന്നായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞങ്ങളുടെ സൈഡാണ് കേട്ടോ. ഞങ്ങളുടെ സൈഡിലെ സ്റ്റാർട്ടിങ് പിണ്ടിയാണ്. ഇത് 24 ചെസ്റ്റ് നമ്പർ. നല്ലതാണ്. എല്ലാത്തിനെയും നല്ലതെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നും മോശമായെന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം അത്ര എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. നമ്മളൊരിക്കലും ഒരു പിണ്ടി സെറ്റ് ചെയ്യണതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് അതിന് നെഗറ്റീവ്സ് പറയാനല്ല നോക്കണ്ടേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഐഡിയയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇത് ഞങ്ങളുടെ തൊട്ട് നെയ്ബർ പിണ്ടിയാണ്. പിന്നെ വരുന്നത് ഇത് ഞങ്ങളുടെയാണ് കേട്ടോ. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ട്രീ മോഡലാണ്. ആ ഒരു ഐഡിയയിലാണ് ഞങ്ങളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പൂ കുറച്ച് ഇറങ്ങിയും കയറിയും അതിന് കുറേ പേര് നെഗറ്റീവ്സ് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു അത് ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് നമ്മുടെ ആ ഒരു സെയിം പിണ്ടിയുടെ ഒരു അപരൻ, അങ്ങനെ ഒരു 3-4 പിണ്ടി ഉണ്ടായിരുന്നു ആ സെയിം സാധനം തന്നെ. പിന്നെ ഇതും ഞങ്ങളുടെ ഒരു നെയ്ബർ പിണ്ടിയാണ്. കുറേ ഉണ്ട് കേട്ടോ. നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനിരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. കാരണം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കുറേ പേർക്ക് സാധിക്കുന്നുണ്ട് എന്തായാലും. അത് അവർക്കറിയില്ല. ഇത് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്തോ അവരത് മനസ്സിലാക്കണില്ല. ആരുടെയോ എന്തൊക്കെയോ വാക്കുകളൊക്കെ കേട്ട് നടക്കുമ്പോൾ അത് മനസ്സിലാവില്ല. ഇറങ്ങി ചെയ്യുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടറിയാം. പിന്നെ ഇതും എന്നുവെച്ചാൽ ഇതൊരു മത്സരത്തിനേക്കാൾ ഉപരി അതൊരു അലങ്കാരമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ, വളരെ അടിപൊളിയായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
ആ ഒരു കളർ കോംബോ ആണെങ്കിലും ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു തന്നെ പറയാം കേട്ടോ. ഇതും നല്ലൊരു പിണ്ടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മോഡലൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതും ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു പിണ്ടിയാണ്. ആ കളറ് നല്ല സൂപ്പറാണ്. പിന്നെ ഇതും എനിക്ക് തോന്നുന്നു നല്ലതാണ് കേട്ടോ. സെറ്റ് ചെയ്ത് വന്നാൽ തോന്നുന്നു കേട്ടോ. ഫോട്ടോയൊക്കെ എങ്ങനെയായാലും നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും ഓരോന്ന് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഇത്. ശരിക്കും ഒരു ട്രീ നിൽക്കുന്ന പോലെ തന്നെ അവർ ആ പേപ്പറ് ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ്. നമ്മൾ ബോട്ടിലാട്ടമൊക്കെ ചെയ്യുന്ന പോലെ പശയൊക്കെ വെച്ചിട്ട് അതുമ്മേ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ സൂപ്പർ പൂവായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സെയിം മോഡൽ തന്നെയാണ് അതും. വീണ്ടും നമ്മുടെ പോലെ ഒരു സെയിം മോഡൽ തന്നെ. ഇതൊരു 44ാമത്തെ പിണ്ടിയാണ്. ഇനി ലാസ്റ്റ് പിണ്ടിയാണിത്. ഒരു റെഡ് ആൻഡ് വൈറ്റ് കോംബോയിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. കാരണം ഈ പോട്ട് ഡിസൈനാണ് എല്ലാവരും കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. കുറേ ഉണ്ട്. വെറൈറ്റി നോക്കുകയാണെങ്കിൽ കുറച്ച് വെറൈറ്റീസും ഉണ്ട്. അപ്പോൾ ഞങ്ങളും അതിലൊരു വെറൈറ്റി ആവാൻ നോക്കിയതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പേഴ്സണൽ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ എല്ലാവരും നമ്മുടെ പിണ്ടിയുടെ മേക്കിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തീരട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഈ ഒരു പരിപാടി കാണാനും അതിനെക്കുറിച്ച് എല്ലാ കൊല്ലം വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ആളെ കണ്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. നല്ല ഒരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് കേട്ടോ ആൾ സംസാരിക്കുന്നത്. കുറേ പേര് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പിണ്ടിനെ കുറിച്ച് കുറേ നെഗറ്റീവ്സ് പറഞ്ഞു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പേഴ്സണലി വന്ന് ഞങ്ങളോട് കുറേ നേരം സംസാരിച്ച ഒരാളുണ്ടായിരുന്നു അവിടെ. യൂട്യൂബറാണ്. ഇപ്പോൾ ഇങ്ങനൊരു പിണ്ടി ഡെക്കറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പോയി സെർച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ആളുടെ വീഡിയോസ് ആയിരിക്കും. വേറെ ആരുമല്ല, യൂട്ടേൺ ക്രാഫ്റ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോസ് എന്തായാലും ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആൾ ഞങ്ങളുടെ ചാനലിൽ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആളുടെ സംസാരവും. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞങ്ങളതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങൾ ആ ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു പോവാം. ഞങ്ങളെ കണ്ടില്ലെങ്കിലും ഇതാരാണ് ആളെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.